നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30 ബുധനാഴ്ച, അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രം ഇന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക് വരുന്ന ഒരു വർഷം തരക്കേടില്ലാത്ത അനുഭവങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. കൂടുതൽ നല്ല ഫലങ്ങൾ 2019 സെപ്റ്റംബർ മുതലായിരിക്കും വരിക. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലിയും, വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വർഷത്തിൻ്റെ അവസാനം മുതൽ വരുന്നുണ്ട്. ഇന്നത്തെ കത്ത് ശ്രീ മനീഷ് പുത്തൻപുരയിൽ, തലയോലപ്പറമ്പ്. എൻ്റെ നക്ഷത്രം ആയില്യം, മെയിൽ നേഴ്സാണ്. വിദേശത്ത് ഓസ്ട്രേലിയയിൽ പോകുവാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ആവർത്തിച്ച് തടസ്സം വരുന്നു. കാര്യങ്ങളൊക്കെ ശരിയാവും, അവസാനം അത് അങ്ങോട്ട് ശരിയാകാത്ത ഒരവസ്ഥ വരുന്നു. വിദേശ യോഗമുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്ന് ശരിയാകും എന്നും ചോദിക്കുന്നുണ്ട്. ആയില്യം നക്ഷത്രമായതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പൊതുവെ അത്ര നല്ല സമയമായിരുന്നില്ല. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ആവർത്തിച്ച് തടസ്സം വന്നതിൽ അത്ഭുതമൊന്നും വേണ്ട. ആയില്യം നക്ഷത്രത്തിന് ഇപ്പോൾ വളരെ മെച്ചമായിട്ടുള്ളൊരു കാലം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ 2019 തന്നെ അടുത്ത 6 മാസത്തിനകം തന്നെ വിദേശത്ത് പോകുവാൻ ഭാഗ്യമുള്ള ഒരു കാലം ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക. വിദേശത്തേക്ക് പോകുവാൻ കഴിയും. ഈ ജാതകം അനുസരിച്ച് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യം ഇന്നുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളും ഇന്ന് കാണുന്നു. ഇടവം രാശി. കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കോപം നിയന്ത്രിക്കുക. വൈകാരികമായി അല്പം ടെൻഷൻസ് ഗൃഹത്തിൽ വരുവാൻ സാധ്യതയേറെയുള്ള സമയമാണ്. ഗൃഹത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്തൊരു ദിവസമാണ് എന്നറിയുക. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. അല്പം ഒരു കാര്യതടസ്സമൊക്കെ ഇന്ന് കാണുന്നുണ്ട്. എന്നാലും സാമ്പത്തിക നേട്ടം വരാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം ലാഭം വരുവാനുള്ള ഭാഗ്യവുമുണ്ട്. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം ആയില്യം. സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെടുവാനുള്ള ഒരു യോഗമുണ്ട്. എന്നാൽ അധിക പണച്ചെലവും വാഹനത്തിന് റിപ്പയറും ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ 1/4 ഭാഗം. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിരാശി. ഉത്രം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനൊക്കെ തരക്കേടില്ലാത്തൊരു ദിവസമാണെന്നറിയാം. ചെറിയ ലാഭമൊക്കെ ഇന്ന് പ്രതീക്ഷിക്കാം. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. വീട് പണിയെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വാഹനം വന്നു ചേരുവാനോ ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യവും ഇന്നുണ്ട്. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനിഴം തൃക്കേട്ട. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. അഡ്വഞ്ചറസ് ട്രിപ്സൊക്കെ കഴിയുന്നതും ഇന്ന് ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരവും കുറയ്ക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 1/4 ഭാഗം. വൈകാരികമായി ചെറിയ ടെൻഷൻസ് ഗൃഹത്തിൽ കാണുന്നു. അഭിപ്രായ വ്യത്യാസമൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംയമനം അത്യാവശ്യം വേണ്ട ഒരു ദിവസമാണെന്നറിയാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു ദിവസവുമാണ്. പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. മകരം രാശി. ഉത്രാടം അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ജോയിൻസിനൊക്കെ വേദനയോ ഉറക്കക്കുറവോ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പൊക്കെ വരുന്ന ഒരു ദിവസമാണ്. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം താല്പര്യമെടുക്കണം. വിനോദം കഴിയുന്നതും കുറയ്ക്കുക. ചെറിയ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അധിക പണച്ചെലവ് ഇന്ന് പ്രത്യേകം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ദൂരയാത്ര, അലച്ചിൽ ഇവയ്ക്കുള്ള സാധ്യതയും ഇന്ന് ഏറെയാണ്. ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഇന്ന് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരാം. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളും വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് ഇന്ന് കാണുന്നത്. ഇടയ്ക്കൊരു നിരാശയൊക്കെ വരാമെങ്കിലും കാര്യങ്ങൾ നന്നായി ഇന്ന് മുന്നോട്ട് പോകും.